തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ശമ്പളം ഉറപ്പാക്കാനുമായി ഒമാനിൽ തുടങ്ങിയ വേതന സംരക്ഷണ നിയമം ഫലപ്രദമാണെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ സ്ഥാപനങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വിവിധ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 31,000-ലധികം തൊഴിലാളികൾക്കെതിരെ നടപടി സ്വീകരിച്ചതായും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഒമാനിൽ 1.41 ലക്ഷം സ്ഥാപനങ്ങൾ WPS സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഇതിൽ 91,000-ഓളം സ്ഥാപനങ്ങൾ നിയമം പൂർണ്ണമായും പാലിക്കുന്നുണ്ടെന്നും തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. തൊഴിലുടമ തൊഴിലാളി ബന്ധത്തിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കുന്നതിനും തൊഴിൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും വേതന സുരക്ഷാ സംവിധാനം സഹായിച്ചിട്ടുണ്ട്. പദ്ധതി കൂടുതൽ വിപുലീകരിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും തൊഴിൽ മന്ത്രാലയ ഉദ്യോഗസ്ഥർ വാർഷിക വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. രാജ്യത്ത് 15,000 തൊഴിൽ പരിശോധനകൾ കഴിഞ്ഞ വർഷം നടത്തി. ഇതിൽ 31,000-ലധികം പ്രവാസി തൊഴിലാളികൾക്കെതിരെ കേസെടുത്തതായും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ലേബർ വെൽഫെയർ ടീമിന്റെ പരിശോധനകളെ തുടർന്നാണ് തൊഴിൽ ചട്ടങ്ങൾ ലംഘിച്ചതിന് കേസെടുത്തത്. രാജ്യത്തെ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കുന്നതിനായി വിപുലമായ പദ്ധതികളും നടപ്പാക്കുന്നതായി മന്ത്രാലയം അറിയിച്ചു. 74,000 സ്വദേശി തൊഴിലന്വേഷകരാണ് രാജ്യത്തുള്ളതെന്നും ഈ വർഷം 60,000 പുതിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും തൊഴിൽ മന്ത്രി അറിയിച്ചു. കഴിഞ്ഞ വർഷം 36,000-ലധികം തൊഴിലവസരങ്ങളും 15,000 പരിശീലന നിയമനങ്ങളും വിജയകരമായി നടപ്പാക്കാൻ സാധിച്ചതായും മന്ത്രാലയം വിലയിരുത്തി. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.